നാടൻ റോസ് ഫ്ലവറാണിത്. ഇത് നമ്മൾ വാങ്ങാൻ കിട്ടുന്ന തണ്ട് നീളമുള്ള ഒരു നമ്മൾ ബൊക്കയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന റോസ് ഉണ്ടല്ലോ, അതല്ല ഇത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന റോസ് ഫ്ലവറാണ്. നല്ല മണമുള്ള റോസപ്പൂവാണിത്. അതിൻ്റെ കുറേ പൂക്കൾ കിട്ടിയത് ഞാൻ അതിൻ്റെ പെറ്റൽസ് എല്ലാം അടർത്തി കഴുകി വെച്ചിരിക്കുന്നതാണിത്. കഴുകി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തോന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്കിതുകൊണ്ട് ഇന്ന് ലിപ് ബാം തയ്യാറാക്കാം. നമ്മുടെ ലിപ്സൊക്കെ വരണ്ട് പോകാതിരിക്കാനും ഒക്കെ നല്ല നിറം കിട്ടാനും ഒക്കെ അത് നല്ലതാണ്. നമുക്ക് ഇതിലേക്ക് കുറച്ച് റോസ് പെറ്റൽസ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചതച്ചെടുക്കണം. ഇപ്പോൾ ഒരു 3 ഫ്ലവേഴ്സിനുള്ള പെറ്റൽസാണ് ഞാനിത് ചതച്ചെടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിൽ 2 സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുക. 3 ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസും 3 വലിയ റോസപ്പൂക്കളുടെ ഇതളുകളും 2 ടീസ്പൂൺ കോക്കനട്ട് ഓയിലും വെളിച്ചെണ്ണയും കൂടെയാണ് ചേർത്തിരിക്കുന്നത്. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ. ഇതൊന്നുകൂടെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുക്കാം. നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. ഇതിലേക്ക് 1 സ്പൂൺ വാസ്ലിൻ കൂടെ ചേർത്ത് കൊടുക്കാം, പെട്രോളിയം ജെല്ലി. ഇത് 3 റോസപ്പൂവിൻ്റെ ഇതളുകളും 2 സ്പൂൺ കോക്കനട്ട് ഓയിലും 1 സ്പൂൺ പെട്രോളിയം ജെല്ലി വാസ്ലിനുമാണ് നമ്മളിതിൽ ചേർത്തിരിക്കുന്നത്. ചുണ്ട് വരണ്ട് പോകുന്നതിനും വെടിച്ച് കീറുന്നതിനുമൊക്കെ ഈ ലിപ് ബാം വളരെ നല്ലതായിരിക്കും. ചുണ്ട് ഇങ്ങനെ ഉണങ്ങിപ്പോവുക, ചുണ്ട് വരണ്ട് പോവുക, അതിനൊക്കെ ഈ ലിപ് ബാം വളരെ നല്ലതാണ്. അപ്പോൾ നമുക്കിത് വീട്ടിൽ തന്നെ ഇങ്ങനെ തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഇതിനകത്ത് കെമിക്കൽസ് ഒന്നും ഇല്ലല്ലോ. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന റോസപ്പൂ കൊണ്ട് തന്നെയാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. കടകളിൽ വാങ്ങാൻ കിട്ടുന്ന റോസപ്പൂ അതുകൊണ്ട് ഉപയോഗിക്കരുത്. അതുകൊണ്ട് ഇത് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അത് നല്ലതല്ല. ആ ഫ്ലവേഴ്സിലൊക്കെ അത് ഉണങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി അവർ ഓരോ കെമിക്കൽസൊക്കെ ചേർക്കുന്നുണ്ടാവുമല്ലോ. അതിൻ്റെ ഇതെല്ലാം നന്നായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. ഇതിലേക്ക് കളറും വരുന്നുണ്ട്. നമ്മുടെ ലിപ്സ്റ്റിക്ക് പോലുള്ള കളറൊന്നും കിട്ടത്തില്ല, എങ്കിലും ഒരു പിങ്ക് കളറ് കിട്ടും. നമ്മുടെ ചുണ്ടിന് നല്ല കളറ് കിട്ടുകയും ചെയ്ത് കണ്ടിന്യൂസ് ഉപയോഗിച്ചാൽ നമ്മുടെ ചുണ്ടിന് നല്ല കളറ് കിട്ടുകയും ചെയ്യും, നല്ല മൃദുവാകുകയും ചെയ്യും. ഇതെല്ലാം മെൽറ്റായി. നമുക്കിനി ഇതൊന്ന് അരിച്ചെടുക്കാം.
ഇത് ഇങ്ങനെ ഒരു കൊച്ചു കണ്ടെയ്നർ, ഇതേപോലൊരു ചെറിയ കണ്ടെയ്നറിൽ ഒഴിച്ച് നമുക്കിത് ഒത്തിരി തണുത്ത് പോകുന്നതിന് മുന്നേ വേണം ഇത് ഒഴിക്കാൻ. ഇത് അല്പനേരം ഇങ്ങനെ റൂം ടെമ്പറേച്ചറിൽ വയ്ക്കാം. അതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ച ലിപ് ബാം റെഡി ആയിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലേക്ക് മാറിയിട്ടുണ്ട്. ഇതിനെയും ഈ റൂം ടെമ്പറേച്ചറിൽ നമുക്കിത് 6 മാസം വരെ ഇത് കേടാകാതെ ഇരിക്കും. ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇതിൽ കെമിക്കൽസ് ഒന്നും അടങ്ങിയിട്ടില്ല, ഒരു പ്രിസർവേറ്റീവ്സും ചേർത്തിട്ടില്ല. അതുകൊണ്ട് ഇത് നമുക്ക് ഒരു പേടിയും കൂടാതെ തന്നെ നമ്മുടെ ചുണ്ടിലിത് ഉപയോഗിക്കാം. ഇത് ചുണ്ടിൻ്റെ കറുപ്പ് നിറം മാറാനും ചുണ്ട് മൃദുവാകാനുമൊക്കെ ഇത് വളരെ നല്ലതാണ്. ഇത് ലിപ്പിനെ ഇത് മോയ്സ്ചറൈസ് ചെയ്ത് വയ്ക്കും. അത് നമ്മുടെ ലിപ്സിൽ വിയർപ്പ് ഗ്രന്ഥികളോ എണ്ണയോ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ സ്കിന്നിലൊക്കെ എണ്ണമയം കാണുമല്ലോ, നമ്മുടെ ലിപ്സിൽ അതില്ല. അപ്പോൾ അത് കാരണം കൊണ്ടാണ് നമ്മുടെ ലിപ്സ് എപ്പോഴും വേഗം വിണ്ട് കീറുകയും വരണ്ടു പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ലിപ് ബാം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ലിപ് ബാം ആണെങ്കിൽ നമുക്ക് എപ്പോഴും ഇത് ഉപയോഗിക്കാം. ലിപ്സ്റ്റിക്കൊക്കെ നമ്മൾ വെളിയിൽ പോകുമ്പോഴും വാങ്ങുന്ന ലിപ് ബാം ആണെങ്കിലും നമ്മൾ വെളിയിൽ പോകുമ്പോഴൊക്കെ ആണല്ലോ ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് വീട്ടിലിരിക്കുമ്പോഴും എപ്പോഴും നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് വയ്ക്കാവുന്നതാണ്. ചുണ്ടിന് ഒരു നല്ല പിങ്ക് കളറ് കിട്ടുകയും ചെയ്യും. ഈ കളറ് കിട്ടും ചുണ്ടിന്. റോസപ്പൂക്കൾ വീട്ടിലുള്ളവർ കളയാതെ ഇങ്ങനെ ലിപ് ബാം ഉണ്ടാക്കി ഉപയോഗിക്കാം. പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.